എങ്ങനെയാണ് ഈ രവി വീട്ടിലെങ്ങനെയാണ്? ഞങ്ങൾ മിസ്റ്റർ കൂൾ എന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ കൂൾ. എല്ലാ കാര്യവും ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളാണ്. എന്നാൽ നല്ല ദേഷ്യക്കാരനാണ്, ആരും വിശ്വസിക്കില്ല. അതെല്ലാം ദേഷ്യം ആർക്കാ വരാത്തത്? പിന്നെ രക്ഷപ്പെട്ടു. ഇങ്ങനല്ല എന്നെ കുറിച്ച് പറയുന്നത്. പുറത്ത് മിസ്റ്റർ കൂളും വീട്ടിലാകെ പ്രശ്നവും. ഞങ്ങൾ ഈ നടക്കുന്ന സാധനങ്ങളൊക്കെ സ്വന്തം അമ്മയോട് പറഞ്ഞാൽ പോലും അവര് പോലും വിശ്വസിക്കത്തില്ല, അത്രത്തോളം പ്രശ്നക്കാരാണ്. പക്ഷെ നല്ല ഫ്രണ്ട്ലിയാണ് ഏട്ടാ. ഞാൻ നല്ല ഒരു മോളല്ലേ? ഒരു മോൾ. എന്താ പേര്? ഭദ്ര. ഭദ്ര പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും, ഒരുവിധം നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും. ഞങ്ങൾ നിർബന്ധിച്ച് പിടിച്ച് കഴിഞ്ഞതിൻ്റെ കോവിഡിനൊക്കെ മുമ്പ് ആറ്റുകാൽ അമ്പലത്തിലൊരു എൻ്റെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഒരു യവനസുന്ദരിയൊക്കെ പാടി, കുറച്ച് പോർഷനൊക്കെ ഞാനും കൂടെ പാടി, ഫീമെയിൽസ് പോർഷനാണെങ്കിൽ അങ്ങനെയൊക്കെ നിർബന്ധിച്ച്. പക്ഷേ ഇൻക്ലൈൻ ടുവേർഡ്സ് ഇംഗ്ലീഷ് പാട്ടുകളാണ്. അതിപ്പോഴത്തെ ഒരു പിയർ പ്രഷറിൻ്റെ പുറത്താണോ അതൊന്നും അല്ല, എനിക്ക് സത്യമായിട്ടും അതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. രവി സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ടല്ലേ? എത്ര സിനിമകൾ? അത് മ്യൂസിക്കിനോടുള്ള ഒരു പാഷൻ കൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ അതങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനും അത്രേ ഉള്ളൂ. ഞാനും ഈ സംഗീതം ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു പാഷനാണ്, അല്ല പ്രൊഫഷനല്ല. പണ്ട് കുറേ ആൽബംസ് ഒക്കെ ഞാൻ കുറേ ആൽബംസ് ഡിവോഷണലോ അല്ലാതെ റൊമാൻറ്റിക്കൊക്കെ ട്യൂൺ ചെയ്തിട്ട് പണ്ട് ശ്രീമാറേട്ടൻ എസ് കുമാർ എന്ന് പറഞ്ഞ പേര് വയ്ക്കുന്ന പോലെ എനിക്ക് അതുപോലും വയ്ക്കാൻ പേടി, ആർ ശങ്കർ എന്നൊന്നും വയ്ക്കാൻ പേടി. അതുകൊണ്ട് ഞാൻ വേറെ ആരുടെയെങ്കിലും പേരിലൊക്കെ വയ്ക്കും. നീ വെച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ട് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സിനിമകൾ ആദ്യം ചെയ്തത് ക്രയോൺസ് എന്ന് പറഞ്ഞൊരു മൂവി. സജിൻ ലാൽ അദ്ദേഹമാണ് ഡയറക്ടർ. കുട്ടികളാണ് അതിന്റെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം. ആദ്യമേ മറ്റേ പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. രണ്ടുപേരും. അങ്ങേ മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നൊരമ്മയുണ്ട്, ഇങ്ങേ താഴ്വര കാട്ടിലെ മാമര ചില്ലയിൽ കൂകും കുയിലുമുണ്ട്, ചങ്ങരം പക്ഷികൾ കലപില കൂടുന്ന കുഞ്ഞിക്കിളി മരക്കൊമ്പുമുണ്ട്, സ്നേഹവർണ്ണ നൂൽ നെയ്ത എൻ വീടുമുണ്ട്. അങ്ങനെ വീടിനെ കുറിച്ചൊരു നല്ല പാട്ട്. പിന്നെ ഏത് ചിത്രമാണ്? പിന്നീട് അടുത്ത ഇപ്പം ചെയ്ത് റെഡി ആയിരിക്കുന്നേ ഉള്ളൂ. ACD, ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോ ആ സംഭവം. പാട്ടുണ്ട് അതിനകത്ത് 2-3 പാട്ടുണ്ട്. അതില് ഒരെണ്ണം ജോൾസിന പാടി, ബാക്കി 2 അങ്ങനെ ഇരിക്കുക. വെരി ഗുഡ്. അങ്ങനെ ചെയ്യാ, കാരണം നമ്മളിനി നോക്കി എന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രിയ എവിടാണ് നാട്? എൻ്റെ നാട് കോട്ടയം. ശരി. കഴിഞ്ഞ എപ്പിസോഡിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു, പ്രിയ ഞാൻ നിരന്തരമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു രവിച്ചേട്ട എന്ന് പറഞ്ഞിട്ട് നടന്നു. അങ്ങനെ പിന്നെ ഞാൻ നിർബന്ധിച്ച് കിട്ടിയായിരുന്നു. സത്യമാണോ? അല്ലേ? അറിയായിരുന്നു. അങ്ങനെ എന്താ പറയണ്ടേ, പ്രേമിച്ച് നടന്നിട്ടോ ഒന്നുമില്ല. ഇതേ സാധനം ഇന്നലെ മുതൽ പറയാ. ശ്രീകുമാർ ചേട്ടൻ ഒത്തിരി പേരോട് ഇങ്ങനെ ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കാത്ത ചോദിക്കും. പിന്നെ ഏറ്റവും ഫേമസ് ആണ് പ്രിയയുടെ മീൻ കറി. പ്രിയയുടെ വീട്ടില് മീൻ കറി എന്നുള്ളത്, മീനിന്റെ വിഭവം എല്ലാതും എന്ത് വിശേഷപ്പെട്ട, അതായത് ഇപ്പം ഓണം, തിരുവോണം, പിറന്നാൾ അങ്ങനത്തെ ഇതൊക്കെ എക്സ്ക്യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു, അപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് അവിടെ മീൻ കറിയാണ്. നല്ല മീൻ എന്ത് കിട്ടും ഉടനെ ആലോചിക്കും. വിളിച്ചാൽ വെളിപ്പുറത്ത് മീനും ഉണ്ട്. എന്ത് കരിമീനാണ്, അതായത് അതിന്റെ തന്നെ പല വെറൈറ്റി ഒക്കെ കിട്ടും. സ്വന്തമായിട്ട് വെക്കുമോ അതോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന? ഇല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപാടി ഒന്നും ഇപ്പോഴും അവിടെ ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു എപ്പോഴും ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരിച്ച് അവിടെ വന്ന് വീടിനടുത്ത് വന്ന് ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ നല്ല മണം, ചിക്കൻ ഫ്രൈഡേയോ പൊറോട്ടയുടെയൊക്കെ ഈ തട്ടുകടയിൽ നിന്ന് വരുന്നൊരു മണമില്ലേ. അപ്പോൾ എനിക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ വീടിനടുത്തായിപ്പോയി. പക്ഷെ അവിടെ ഇരുന്ന് അന്ന് 30 രൂപ എങ്ങാണ്ടേ ആയുള്ളൂ. എല്ലാം കൂടെ കഴിച്ച് വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞത് അവിടെ വളരെ പ്രശ്നമായി. ഇവിടെ വീട്ടിലാരും ഒന്നും തരത്തില്ലെന്നല്ലേ വിചാരിക്കും. ഇവിടെ നല്ല മീൻകറിയൊക്കെ ഇരിക്കുമ്പോഴാണോ ഈ ചിക്കനൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും മീൻ കറി വളരെ ഫേമസ് ആണ്. നിങ്ങളുടെ ആദ്യ വിമാനയാത്ര എങ്ങനെയായിരുന്നു? ആദ്യ വിമാനയാത്ര പ്രിയയുടെ ചേട്ടൻ ദുബായിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നോർക്ക സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യണം ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരു റൂൾ ചേഞ്ച് ഒക്കെ വന്ന്
ആദ്യം അദ്ദേഹം തന്നെ പകുതി നമുക്ക് സ്പോൺസർ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചിട്ട് ഫ്ലൈറ്റിൽ പൊക്കോ എന്ന് ഫ്ലൈറ്റിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ മൊത്തത്തിൽ സീൻ മൊത്തം ഒരു അങ്കലാപ്പ. ഇത് ഫ്ലൈറ്റ് എങ്ങനെ കയറും, എവിടെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഒന്നും അറിയാൻ വയ്യ. നേരെ പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് പോയി, സാർ ടിക്കറ്റ് ഞങ്ങൾ എങ്ങനെ എടുക്കും? ഒന്നുമില്ലാതെ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു സാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഏർപ്പാടാക്കി അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴും കുറച്ച് പേർക്ക് ഈ മുഖപരിചയമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു അൺനെസസറിലി ഒരു ഈഗോ ഉണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിൽ ചെന്ന ഉടനെ എന്താണ് അതിൻ്റെ പേര്, ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പറഞ്ഞൊരു സൈഡ് സീറ്റൊക്കെ ഒപ്പിച്ച് കയറി. അതുവരെയൊക്കെ എല്ലാം ഓക്കെയാണ്. ഫ്ലൈറ്റ് കയറി ഇനി എന്തെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മിണ്ടായിരുന്നാൽ മതി എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കയറുന്ന വാക്കിന് ഫ്രണ്ടിലോട്ട് തള്ളി വിട്ടിട്ട് ഞാൻ സൈഡിൽ നിന്ന് എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, ഞാൻ കുട്ടി ആദ്യമായിട്ട് പോവാ, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ അവർ ഓടി വന്ന് എല്ലാം പറഞ്ഞു, അവിടെ ഇരിക്കും, അങ്ങനെ ഇടും ഇങ്ങനെ ഇടുന്നു. അപ്പോൾ ഞാനിത് എൻ്റെ 40,000-ാമത്തെ യാത്രയാന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ ഇരുന്ന് ഇതെല്ലാം കോപ്പി ചെയ്ത് ഞാൻ ആ സീൻ രക്ഷപ്പെട്ടു. അതൊരു ഞാൻ വിചാരിക്കും ജിതിവരെന്താ പതിവില്ല ഭയങ്കര ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ അവിടെ ഇരിക്കും വെള്ളം വേണോ ഒന്നും